ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ മീഡിയ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെന്നൈ പറ്റിയാണ്. ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നൈയിൽ വരുന്നത്. ഒരു 25 വർഷത്തിന് മുമ്പ് വന്ന് കണ്ട ചെന്നൈ അല്ല, വളരെയധികം മാറി. അക്ഷരാർത്ഥത്തിൽ ചെന്നൈ ഒരു മെട്രോ നഗരം തന്നെ ആയി മാറിക്കഴിഞ്ഞു. ചില കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. AVM സ്റ്റുഡിയോയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ AVM സ്റ്റുഡിയോ ഒന്നും ഇല്ല, അവിടെ എല്ലാം ഫ്ലാറ്റായി. ഇപ്പോൾ അതിന് പക്ഷേ ഇതിൻ്റെ ചുറ്റുമാണ് ഹോട്ടലുകളും പഴയ കാലത്തുള്ള ആളുകൾ ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ ഈ വണ്ടികളെല്ലാം, സിനിമ ഷൂട്ടിങ്ങിൻ്റെ വണ്ടികളെല്ലാം ഇവിടെ വന്നിട്ട് ആണ് ഇപ്പോഴും പോകുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ട്. ഈ ചർച്ച് വേളാങ്കണ്ണിക്ക് സമാനമായിട്ടുള്ള അതിൻ്റെ ഒരു മിനിയേച്ചർ ഫാമാണ്. ചെന്നൈയിലുള്ള ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ചർച്ചാണ്. ഏകദേശം വേളാങ്കണ്ണി പള്ളിയെ പോലെയാണ് ഈ ചർച്ചും കാണപ്പെടുന്നത്. ഇവിടെ ഒട്ടനവധി ആളുകൾ വരുന്നുണ്ട്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ചെന്നൈയിൽ. നല്ല രീതിയിൽ, നല്ല ഭംഗിയായിട്ടാണ് ഇത് അലങ്കരിച്ചിട്ടുള്ളത്. ചെന്നൈയിൽ വരുമ്പോൾ ഒരു പക്ഷേ ഈ സ്ഥലത്ത് വരുന്നത് നമുക്കൊരു അനുഭവം കിട്ടും. ഇത് അടയാറിലാണ്. ഞാൻ ചെന്നൈയിൽ വന്നപ്പോൾ സെൻറ്റ് തോമസ് മൗണ്ട് കാണാനും പോയി. സെൻറ്റ് തോമസ് മൗണ്ട് നമുക്കറിയാവുന്നതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന സെയിൻറ്റ് തോമസ് കേരളത്തിൽ വന്നിട്ട് ഈ ചെന്നൈ മൈലാപ്പൂരിൽ വന്ന് ഈ ഭാഗത്തൊക്കെ താമസിച്ചിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. മൈലാപ്പൂരിൽ വെച്ചിട്ടാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് രക്തസാക്ഷിത്വം വഹിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഈ മൗണ്ടിൽ, സെൻറ്റ് തോമസ് മൗണ്ടിൽ അടക്കം ചെയ്തു വരുന്നതാണ്. അദ്ദേഹം ഇവിടെ താമസിച്ചതായിട്ടും ചില വെർഷൻസുകൾ കാണുന്നുണ്ട്. ഇത് അതിമനോഹരമായ ഒരു പള്ളിയാണ്. പോർച്ചുഗീസുകാരുടെ കാലത്ത് ഇവിടെ പള്ളി പണിതെന്നു. അതിനുശേഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് അത് പുതുക്കുമ്പോഴൊക്കെയാണ് വിശ്വാസം. ഫ്രാൻസിസ് സേവിയർ ഈ മൗണ്ടിൽ വന്ന് താമസിച്ചതായിട്ടും വിശ്വാസമുണ്ട്. എന്തായാലും ഒട്ടനവധി ആളുകൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ പ്രദേശത്ത് വരുന്നുണ്ട്. വലിയൊരു ആരാധനാ കേന്ദ്രമായിട്ടാണ് ഇത് മാറിയത്. ചുറ്റും വളരെ സുന്ദരമായ ദൃശ്യങ്ങളുണ്ട്. ചെന്നൈ എയർപോർട്ട് ഫ്ലൈറ്റൊക്കെ ഇറങ്ങി നമുക്ക് ഈ മൗണ്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇത് വളരെ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ കുറേ പടികൾ കയറി നമുക്ക് മുകളിലെത്തുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്, നല്ലൊരു ശാന്തമായ ഒരു അനുഭവം നമുക്കിവിടെ കിട്ടും.